ഇരുന്നു. താൻ എന്ത് പോക്കിരിത്തരോടെ കാണിച്ച്? ആ കൊലയാളി രക്ഷപ്പെടാൻ വിട്ടു അല്ലേ? സാർ എന്തൊക്കെയാ പറഞ്ഞത്? മലയാളം MA LA YA LA എന്തേ ബോധിച്ചില്ലേ? ഇഡിയോട്ടിക്. സെക്യൂരിറ്റി ലാബ്സ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുക. വിശദമായിട്ട് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ. സെക്യൂരിറ്റി ലാബ്സോ? പെരുമാളിന്റെ ബ്രില്യൻസ് ഇല്ലായിരുന്നെങ്കിൽ CMന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഇവന്റെ ഒരു ബ്രില്യൻസ് കടം വാങ്ങിയ ബുദ്ധിയാ മാഷേ. പല സ്റ്റേറ്റിലും VVIPസിന്റെ കാര്യത്തിൽ ആളെ മാറ്റലും കാർ മാറ്റലും ഒക്കെ നടന്നിട്ടുണ്ട്. ആന്ധ്രയിൽ പീപ്പിൾസ് വാർ ഗ്രൂപ്പുകാർ അന്നത്തെ CMനെ തട്ടാൻ വേണ്ടി തിരുപ്പതിയിൽ മൈൻ വെച്ചില്ലേ? അയാളുടെ ഭാഗ്യം ലാസ്റ്റ് മൂമെന്റ് കാർ മാറി. അതും ഇയാളുടെ ബ്രില്യൻസ് ആണെന്ന് പറഞ്ഞു കൊടുക്കണോ? കയ്യിൽ പഴം പോലെ കിട്ടിയ ഒരുത്തനെ ഇവൻ വിട്ടുകളഞ്ഞില്ലേ? ഞാൻ ചോദിച്ചതേ ആ ലാബ്സിനെ കുറിച്ചാ. എനിക്ക് സംശയമുണ്ട് ഇത് ഒരു ഒത്തുകളിയാണോന്ന്. ആ ആൾക്കൂട്ടത്തിനിടയിൽ ഇവൻ മാത്രം കൊലയാളിയെ കാണുക, ഒറ്റയ്ക്ക് ഫോളോ ചെയ്യുക, തുടർന്ന് കുറെ നേരത്തേക്ക് രണ്ടുപേരും മിസ്സിംഗ്. ആ മിസ്സിംഗിനിടയിൽ എന്താണ് സംഭവിച്ചത്? എന്ത് ഡീലാണ് നടന്നത്? എത്ര കോടിയാണ് കൈമാറിയത്? സർ, ഞാൻ പോകുന്നു. പ്ലീസ്. നീ പോടാ. മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ പീറ്റർ. യു ആർ an അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഇതുപോലെ ലക്കും ലഗാനും ഇല്ലാമ സംസാരിക്കരുത്. തനക്ക് എന്തറിയാ ആളെ കുറിച്ച്? പറ എന്തറിയാ? ഞാൻ അല്ലടോ കോപ്പ ഇതൊക്കെ പറയണത്. പാർട്ടിക്കകത്ത് പലരുടെ അഭിപ്രായങ്ങളാ. അതൊക്കെ ഞാൻ അന്വേഷിക്കാത്ത എന്താണെന്നാണ് അവന്മാർ എന്നോട് ചോദിക്കുന്നത്. ഞാൻ അന്വേഷിക്കുകയും ചെയ്യും. അല്ലാതെ ഞാൻ അവനോട് റാം പറഞ്ഞുകൊണ്ട് നിൽക്കണോ? എങ്ങനെ വേണേലും അന്വേഷിച്ചു. വേണ്ടാണ് ആർ പറഞ്ഞു? പാർട്ടിയിലുള്ള പലരും പറഞ്ഞു എന്നുള്ളത് സാറിന്റെ പുളുപടി. അതിന് പകരം പാർട്ടിയിലുള്ള പലരോടും സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ യോജിക്കും. അതെ അങ്ങനെ തന്നെ. ഇനിയാണെങ്കിൽ താൻ എന്ത് ചെയ്യൂ? പ്ലീസ്. ചായ കുടിക്കാനും കശുവണ്ടി തിന്നാനും മാത്രമുള്ള വെറും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് പോലെ ആവരുത് ഇതും. ഒരു മനുഷ്യന്റെ ജീവനെ പണയം വെച്ചാൽ നിങ്ങൾ ബഹളം കൂട്ടുന്നതെന്ന് ഓർക്കണം. വലിയ റാങ്കുകാരി ചെറിയ ഈഗോ കാണിക്കുന്നത് കാണുമ്പോ വല്ലാതെ ഡിസ്റ്റർബിംഗ് ആണ്. വെരി മച്ച് ഡിസ്റ്റർബിംഗ്. എല്ലായിടത്തു നിന്നുള്ള പ്രഷർ കൊണ്ട് ഞാനും മടുത്തു. എവിടെ വെച്ചു? ഒരു നിമിഷം ഞാനാകെ പേടിച്ചു. സർ, ആകെ 2 കോള ഈ നമ്പറിൽ നിന്ന് പോയിട്ടുള്ളൂ. ഒന്നിത് സെക്രട്ടേറിയറ്റിലെ, അന്ന് സാറ് പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ. യെസ്. രണ്ടാമത്തെ നമ്പർ കണ്ണൻ ശെൽവന്റെ നമ്പരാ. അന്ന് സാർ ഒരു ലിസ്റ്റ് തന്നില്ലേ, അതിൽ ഈ കണ്ണന്റെ നമ്പറും ഉണ്ട്. അത് ഒരു പെൺകുട്ടിയുടെ പേരില്ല സർ. അതെ, റോഷ്നി ഈപ്പൻ. ഫൈനൽ ഇയർ BA സ്റ്റുഡന്റ്, വിമൻസ് കോളേജ്. ഒരു ഈപ്പന്റെ പേരും സാർ തന്ന ലിസ്റ്റിലുണ്ട്. ഷെയ്സ് റോഷ്നി, സാറൊരു പോലീസ് ഓഫീസറാ. നിന്നോടെന്താ ചോദിക്കാനുണ്ടെന്ന്? പേടിക്കാനൊന്നുമില്ല. 9388955456 റോഷിയുടെ നമ്പറല്ലേ? എന്റെ പേരില, പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല. പപ്പയെ കണക്ഷൻ എടുത്ത്. പോലീസിനോട് കള്ളം പറയരുത്. ഇതൊന്നും അത്ര സീരിയസ് ആക്കണ്ട. റോഷിനി എപ്പോഴെങ്കിലും ആ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? ആ ഫോൺ ഉപയോഗിച്ച് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഇപ്പൊ ആ ഫോൺ ആരെയിലുണ്ട്? പപ്പയുടെ അടുത്ത് കാണും. എനിക്കറിയില്ല. റോഷിന്റെ പപ്പ എവിടെ ഉണ്ട് ഇപ്പോ? പപ്പ മിനിഞ്ഞാന്ന്, ഡേ ബിഫോർ യെസ്റ്റർഡേ വീട്ടിലുണ്ടായിരുന്നു. പപ്പയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സർ? പപ്പയുടെ പ്രധാനപ്പെട്ട ഫ്രണ്ട്സ് ആരൊക്കെയാ? കണ്ണൻ അങ്കിൾ, നാരായണേട്ടൻ, സർവൻ. എനിക്ക് അത്യാവശ്യമായിട്ട് നീപ്പച്ചനെ കാണണല്ലോ. ഞാൻ പറഞ്ഞല്ലോ അച്ചായൻ പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞെന്ന്. മകളോട് ചോദിച്ചപ്പോ മിനിഞ്ഞാന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. വേലക്കാരനോട് ചോദിച്ചപ്പോഴും അത് തന്നെ ചോദ്യം. ഭാര്യയുടെ അടുത്തെത്തിയപ്പോ 2 ദിവസം കൂടി. ഈപ്പച്ചനിപ്പോ എവിടെ ഉണ്ട്? എനിക്കറിയില്ല. ഫോണിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ലേ? ഇല്ല. ഈ 4-5 ദിവസത്തിനിടയ്ക്ക് ഒരിക്കലും വിളിച്ചിട്ടില്ല? ഇല്ല. ഭർത്താവിനെ അച്ചായനെന്നാണോ വിളിക്കുന്നത്? അതെ. ആ മൊബൈൽ ഫോൺ ഞാൻ അത് പണിയൊന്നും നോക്കണ്ട. എന്താ
കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അച്ചായൻ ഇങ്ങോട്ടും ചേച്ചി അങ്ങോട്ടും വിളിക്കാറേ ഇല്ല അല്ലേ? പറ, ഈപ്പൻ എവിടെ ഉണ്ട്? പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി കാക്കിയിട്ടോണ്ട് വരും. അപ്പൊ പിന്നെ ഭാഷ ചെയ്തായിരിക്കില്ല. കാക്കിയിട്ട എനിക്ക് എന്നെ തന്നെ കണ്ടുകൂടാ. പറ, ഈപ്പൻ എവിടെ ഉണ്ട്? ഒടുക്കത്തെ കുടി ഒന്ന് നിർത്തു പകയാ. ഇതില്ലേ ടെൻഷൻ കയറി ഞാൻ ചാവും. കണ്ണടച്ച പോലീസാ മുന്നില്. എത്ര ദിവസം ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കും? ഞാൻ വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്തെങ്കിലും പോംവഴിയായിട്ട് വരും. അതുവരെ ഒന്ന് നിർത്തി കൂടി, അല്ലെങ്കിൽ അടുത്ത ഡെഡ് ബോഡി. കണ്ണടച്ചാൽ പോലീസാണ് മുന്നിൽ. എത്ര ദിവസം ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കും? കണ്ണടച്ചാൽ പോലീസ് മുന്നിൽ വരാൻ താൻ എന്ത് ചെയ്തു? താൻ എന്തിനാ പാത്തും പതുങ്ങിയും ജീവിക്കുന്നത്? അതുവരെ ക്ഷമിക്കല്ലെങ്കിൽ അടുത്ത ഡെഡ് ബോഡി നീയാണ്. അടുത്ത ഡെഡ് ബോഡി ഇയാളാണെങ്കിൽ ആദ്യത്തെ ഡെഡ് ബോഡി ആരായിരുന്നു? ആരാ പറ. നിങ്ങളുടെ കൂട്ടത്തിൽ 4-മത്തെ ആൾ നാരായണൻ. ആരാണ് ഇവിടെ? അറിയില്ല. 3-4 ദിവസമായിട്ട് അയാളെ കാണാനില്ല എന്ന് പറഞ്ഞ അയാളുടെ ഭാര്യ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അയാൾ അവസാനമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നിങ്ങൾ 3 പേരോടൊപ്പമാണെന്നും കംപ്ലൈന്റിൽ വ്യക്തമാണ്.
നിന്റെ മുഖത്തെന്നാൽ ഒരു പുച്ഛം. ആരെങ്കിലും പുറകിലുണ്ടെന്നുള്ള ധൈര്യമാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും നിർഭാഗ്യവാൻ താനാ. താൻ മാത്രമല്ല, തന്റെ ഭാര്യയും മകളും. തന്റെ മോളുടെ പേരിലുള്ള സിം കാർഡ് ആരാ ഉപയോഗിച്ചെന്ന് തനിക്കറിയാം. ഇപ്പൊ ഞങ്ങൾക്കും അറിയാം. പാവൻ റോഷിനി. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ കുടുങ്ങും. നിയമത്തിനൊരു ദയം ദാക്ഷിണ്യമുള്ളൂ. തെളിവുകൾ മുഴുവൻ ആ കുട്ടിക്കെതിരാ. ഇനി മോളെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സാർ ഞാൻ എല്ലാം പറയാം.